നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല, നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ല ഒന്നും, ചുമത്തുന്ന എൻ്റെ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. നമ്മുടെ ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ലൊരു കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാളെക്കുറിച്ച് എന്ത് ചെയ്യരുത്, ഭാരപ്പെടരുത്. നാളത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് അത് അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞ ഈ ഒരു വചനം. എത്ര നമ്മൾ കേട്ടാലും എത്ര നമ്മൾ ഈ വചനം വായിച്ചാലും നാളെക്കുറിച്ച് ഭാരപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനത്തെ ഒരു വിശ്വാസത്തില് നാളെക്കുറിച്ച് ഭാരപ്പെടാതെയുള്ളൊരു നിലയിലോട്ട് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതം ഒരു ഭയങ്കര വിടുതലായിട്ട് മാറും. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ചുമ്മാ ഈ കിടന്ന് വ്യാകുലപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലേ? അന്നെന്നുള്ളത് അന്നു മതി. പക്ഷെ നമ്മൾ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ചിന്തിച്ച് മക്കളുടെ കാര്യം എന്താവും, തലമുറകളുടെ കാര്യം എന്താവും എന്നൊക്കെ ഓവറായിട്ടൊക്കെ ചിന്തിച്ചുള്ള ഭാരങ്ങളെല്ലാം തലയിൽ വഹിച്ചതിന് ശേഷം നമ്മൾ ഓടി അപ്പൻ്റെ അടുക്ക ചെല്ലാം. അപ്പം പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വചനത്തിലൂടെ, നാളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന അപ്പനാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടെല്ലാം കരുതുന്ന ഒരു യേശുപ്പച്ചന്റെ മുമ്പിലാണ്. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കാളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കാളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ,